വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നല്ല മഴയാണ്. നമ്മൾ മിക്കവാറും വീട്ടിലെല്ലാവരും തന്നെ രാത്രി കഞ്ഞിയല്ലേ കുടിക്കുക. അപ്പോൾ അതിനെ പറ്റുന്ന ഏറ്റവും നല്ലൊരു വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ഒട്ടും തന്നെ തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കുന്ന വിഭവമാണ്. തേങ്ങയുടെ ഒരു ആവശ്യം ഇതിലില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ചെറുപയർ, നല്ല പച്ച ചെറുപയറാണ്, നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കറിൽ വെച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ കുക്കറിൽ ഈ കഴുകിയെടുത്ത ചെറുപയർ ഇട്ടിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് 3 വിസിൽ സിമ്മിൽ കുക്കറിൽ വെച്ച് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് നിങ്ങൾ ഇടണമെങ്കിൽ 5 വിസിലെടുക്കണം. അപ്പോൾ ഒരു മണം വരുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം. അധികം വെന്ത് പോകരുത്. കണ്ടില്ലേ, ഇതൊരു പാകത്തിനാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. അധികം വെന്ത് കഴിഞ്ഞ് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു പാകത്തിന് എടുക്കണം. അതുകൊണ്ടാണ് സിമ്മിൽ നമ്മൾ 3 വിസിലെന്ന് പറയണത്. ഇനി ഒരു പാൻ എടുത്ത് വെച്ചിട്ട് ആ പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഒരു 2 വെളുത്തുള്ളി ചതച്ചിടണം. അപ്പോൾ ഈ ചെറുപയർ എപ്പോഴും വെക്കുമ്പോഴും വെളുത്തുള്ളി ഇട്ടാൽ വളരെ നല്ലതാണ്. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഉള്ളി, ഞാൻ 1 കപ്പ് ഉള്ളി ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കറിവേപ്പില ഇടുന്നുണ്ട്. എന്തിനാണ് കറിവേപ്പില ഇടുന്നത് പറഞ്ഞാൽ രണ്ടും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ, നല്ലൊരു മണം ഉണ്ടാവും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മുളക് ചതച്ചതില്ലേ, ചില്ലി ഫ്ലേക്സ്, അത് ഇല്ലെങ്കിൽ നമുക്ക് ഉണക്കമുളക് എടുത്തിട്ട് മിക്സഡ് ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇതുകൂടി ചേർക്കാം. നേരത്തെ നമ്മളൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുളകും കൂടി ആകുമ്പോൾ മുളക് കുറച്ചൊന്ന് മുകളിലേക്ക് നിൽക്കും, നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകരുത്. ഒരു വഴറ്റിയെടുക്കാനേ പാടുള്ളൂ. ഉള്ളി ഒരിക്കലും കരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപ്പേരിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറില്ലേ, ആ ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വളരെ ചെറുതായിട്ട് നന്നായിട്ട് ഇളക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് ഇടാം. പിന്നെ വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ വിഭവത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും തന്നെ തേങ്ങ ചേർത്തിട്ടില്ല. എല്ലാവരും ചെറുപയർ ഉണ്ടാക്കുമ്പോൾ തേങ്ങയൊക്കെ ചേർക്കില്ല. അപ്പോൾ ഇത് തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള ചെറുപയറാണ്. ഇപ്പോൾ കൊളസ്ട്രോളോ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇതുപോലെ ചെറുപയർ വെച്ച് കഴിച്ചാൽ നല്ലതാണ്. ഇത് ചോറിനെയും കഴിക്കാം, അതുപോലെ കഞ്ഞിക്കും കഴിക്കാം. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് കൂടുതൽ ആൾക്കാരും വീട്ടിൽ കഞ്ഞിയായിരിക്കും രാത്രി കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു ചെറുപയർ തോരനാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടുത്ത വിഭവം നമുക്ക് കാണാം. താങ്ക്